കേരളം എന്നതിന് പകരം കോരളം എന്ന AI ലിറ്ററസി സബ്മിറ്റിൽ യാതൊരു എളുപ്പമില്ലാതെ എഴുതി വെച്ച കുഞ്ഞാപ്പയെ വെള്ളപൂശുവാൻ വേണ്ടി, കുഞ്ഞാപ്പയ്ക്ക് വേണ്ടി ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കി മെഴുകുവാൻ വേണ്ടി ചില മൂരികൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. എൻ്റെ ശിവനേ, ന്യായീകരണ മെഴുകലെന്നു പറഞ്ഞാൽ പടച്ചോന് പോലും നാണക്കേട് തോന്നുന്ന തരത്തിലുള്ള ന്യായീകരണം. അതിനു മുൻപ് ഞമ്മൻ്റെ കുഞ്ഞാപ്പ MBA ആടാ MBA എന്ന് പറയുന്ന ഒരു മൂരിക്കുട്ടൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി നിങ്ങൾ കണ്ടിരിക്കണം. ആദ്യം അതൊന്ന് കേൾക്കാം. നേതാക്കന്മാരെ ഡിഗ്രി കേൾക്കണം. കുഞ്ഞാലിക്കുട്ടി MBA, പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിയോ MBA, MSCക്കാര് 4 ഉണ്ട്, MCOM 4. അപ്പൊ ഇങ്ങക്ക് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പിടിയിട്ടിയല്ലോ. ഏത് ഞമ്മൻ്റെ കുഞ്ഞാപ്പ MBA പഠിച്ചവരൊക്കെ കേരളത്തിന് കോരളം എന്നാണ് എഴുതുന്നത്. അത് പിന്നെ സഹിക്കാം. ഈ പ്രശ്നമുണ്ടായി സോഷ്യൽ മീഡിയയിൽ കുഞ്ഞാപ്പ ഏറിലായതിനു ശേഷം ചില മൂരികൾ വന്നങ്ങോട്ട് മെഴുകുകയാണ്. എൻ്റെ കുഞ്ഞാപ്പ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആ പ്രതികരണം നിങ്ങൾ കേട്ടിരിക്കണം. MBAക്കാരനായ കുഞ്ഞാപ്പയുടെ തലച്ചോറിൽ ഒരുപാട് കാര്യങ്ങൾ കിടന്ന് ഓടുന്നത് കൊണ്ടാണ് കേരളം എന്നതിന് പകരം കുഞ്ഞാപ്പ കോരളം എന്ന് എഴുതിയതെന്നാണ് ഒരു മൂരി ശാസ്ത്രജ്ഞൻ്റെ കണ്ടുപിടുത്തം. ആ കണ്ടുപിടുത്തം ഒന്ന് കേട്ടെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് MBA വരെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു കാരണവശാലും കേരളം എന്ന് എഴുതുന്നത് തെറ്റില്ല. തെറ്റിയത് മാധ്യമങ്ങൾക്കും നമ്മൾക്കുമാണ്. നമുക്കിത് സയന്റിഫിക്കലായിട്ട് എങ്ങനെ പറയാമെന്ന് നോക്കാം. സത്യത്തിൽ സയന്റിഫിക് ആയിട്ട് നമുക്കിത് എങ്ങനെയാണ് പറയുന്നത് നോക്കാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരള എന്ന് പറയുന്നതിലെ ആദ്യത്തെ KER എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിനോട് സാമ്യമുള്ള 15ഓളം വാക്കുകൾ തലയിൽ ഓടിയിട്ടുണ്ടാവും. കെറോസിൻ, കെരാറ്റിൻ തുടങ്ങി കുറേയധികം വാക്കുകൾ. അത്രയും ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതിലൂടെ അദ്ദേഹത്തിനുണ്ടായ കൺഫ്യൂഷൻ പ്രകാരമാണ് അത് തെറ്റിപ്പോയത്. ആദ്യത്തെ 3 അക്ഷരങ്ങൾ എഴുതുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള എന്ന് കേൾക്കുമ്പോൾ കേരള എന്നത് മാത്രമേ ഓർമ്മ വരൂ. അതീവ ബുദ്ധിയുള്ളവർക്കും IQ കൂടിയവർക്കും മാത്രമാണ് ഇത്തരം ഒരുപാട് വാക്കുകൾ ഒരേ സമയം കേൾക്കാൻ പറ്റുക. സോ കുഞ്ഞാലിക്കുട്ടിയുടെ തെറ്റല്ല, നമ്മുടെ തെറ്റാണ്. എൻ്റെ പടച്ചോനെ, നിങ്ങളിതൊക്കെ കാണുന്നുണ്ടാ? കേരളം എന്നതിന് പകരം കേരളത്തിൻ്റെ തന്നെ വ്യവസായ മന്ത്രി ഒരു AI ലിറ്ററസി സബ്മിറ്റിൽ പോയി എഴുതി വച്ചിരിക്കുകയാണ് കോരളമെന്ന്. അതും ലീഗന്മാരുടെ സ്വന്തം കുഞ്ഞാപ്പ. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പനാണ് ഇത്തരത്തിൽ ഏറ്റവും വലിയൊരു മണ്ടത്തരം എഴുതി വച്ചിരിക്കുന്നത്. ആ മണ്ടത്തരം എഴുതിയത് സഹിക്കാം, അല്ലെങ്കിൽ പറയണം എനിക്കൊരു തെറ്റ് പറ്റി, ഒരബദ്ധം പറ്റി, എന്നോട് ക്ഷമിക്കണം, ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാകില്ല. പക്ഷേ അങ്ങനെയല്ല. ഞമ്മൻ്റെ കുഞ്ഞാപ്പ എഴുതിയതാണ് ശരി. ഞമ്മൻ്റെ കുഞ്ഞാപ്പയെ MBAക്കാരനാണ്. MBAക്കാരനെന്ന് എഴുതുന്നത് തെറ്റാറില്ല. ഞമ്മൻ്റെ കുഞ്ഞാപ്പ എഴുതുന്നത് കോരളം എന്നാണെങ്കിൽ നാളെ തൊട്ട് കേരളത്തിൻ്റെ പേര് മാറ്റി കോരളം എന്നാക്കണം. ഇതൊക്കെയാണ് കേരളത്തിലെ ക്യാപ്സ്യൂൾ ഇറക്കി വിടുന്ന ന്യായീകരണ തൊഴിലാളികളായ മൂരികളുടെയൊക്കെ ഒരു വാദം. എന്തായാലും ശരി, കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി കേരളത്തിൻ്റെ ഭാവി തലമുറയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു AI ലിറ്ററസി സബ്മിറ്റിൽ പോയിട്ട് കേരളം എന്നതിന് പകരം കോരളം എന്ന് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഗതികേടെന്നല്ലാതെ ഇതിനെ വിളിക്കുവാൻ മറ്റൊന്നുമില്ല. കേരളം ലെറ്റ്സ് ടോക്ക് AI എന്ന വിഷയം AI സംസാരിക്കാം എന്നുള്ളത് മലയാളത്തിലാണ്. ഇംഗ്ലീഷിൽ കേരളം ലെറ്റ്സ് ടോക്ക് AI. ബാക്ക്വേർഡ്